ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സഹോദര തുല്യമോ അതിനുപരിയായോ സ്നേഹിക്കുന്ന ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം സംബോധന ചെയ്യുന്ന ടോണച്ചൻ എന്ന് പറയുന്ന മാത്യു ടി തോമസ് അച്ചൻ, അനുഗ്രഹീതരെ, പരിശുദ്ധ മറാബോയുടെ പെരുന്നാളിന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുക. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊൾ, നടത്തുന്നവരെ എന്നുള്ളതല്ല, നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതാണ്. അവരുടെ വിശ്വാസ മാതൃക അവലംബമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. പരിശുദ്ധനായ മറാബോ നമ്മുടെ വിശ്വാസ ബന്ധാവിൽ കാട്ടിത്തന്ന ആ മഹനീയമായ മാതൃക അവലംബമാക്കിക്കൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ആകട്ടെ എന്ന് പ്രഥമമായിട്ട് ആശംസിക്കുകയാണ്. വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ 2-3 സന്ദർഭങ്ങളിൽ യഹൂദന്മാരുടെ പ്രമാണികൾ കർത്താവിനെ സമീപിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം വായിച്ച ഏവങ്കേലിയൻ ഭാഗത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിനോട് സംഭാഷണം നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് അവനോട് പറയുകയും അതിനുള്ള ഒരു ചില ആധ്യാത്മികമായ ചിന്തകൾ അവിടെ പകരപ്പെടുകയുമാണ് ചെയ്യുന്നത്. വേറൊരു സന്ദർഭത്തിൽ ഒരു യൗവനക്കാരൻ, ഒരു ചെറുപ്പക്കാരനായ പ്രമാണി വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അവിടെ ന്യായശാസ്ത്രിയോട്, ഇവരെല്ലാം യഹൂദന്മാരുടെ പ്രമാണിയും പരീശന്മാരുടെ പ്രമാണിയൊക്കെയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ബദ്ധശത്രു എന്ന് ഗണിക്കപ്പെടുന്ന ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാണ് ഈ പ്രമാണിമാർ ചോദിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് കടന്നു വരുന്നവരുണ്ട്. നിക്കോദിമോസ് ആത്മാർത്ഥമായിട്ടാണ് കടന്നു വന്നത്. അതുപോലെ തന്നെ ഈ യൗവനക്കാരനായ ചെറുപ്പക്കാരൻ കടന്നു വന്ന്, യൗവനക്കാരനായ പ്രമാണി കടന്നു വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവനോട് കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കൽപ്പനകൾ ഞാൻ ചെറുപ്പം മുതലേ, ബാല്യം മുതലേ പാലിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന അവനോട് കർത്താവ് പറയുന്നുണ്ട്, നീ സൽഗുണപൂർണ്ണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ പാലിച്ചതോടെ മാത്രമാകുന്നില്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിനൂടെ പ്രാധാന്യം നൽകിയെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമായി തീരുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? സമാനമായ ഒരു ചോദ്യമാണ് ഇവിടെ ഒരു ന്യായശാസ്ത്രി കടന്നു വന്ന് കർത്താവിനോട് ചോദിക്കുന്നത്. ആ ചെറുപ്പക്കാരനായ ആ പ്രമാണി വന്ന്
കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിത്യജീവൻ എന്താണ്? നിത്യ സൗഭാഗ്യം, സ്വർഗരാജ്യം അനുഭവവേദ്യമാക്കി തീർക്കുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില സഭാവിഭാഗക്കാരെങ്കിലും പറയും, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചാൽ മാത്രം മതി, അതോടുകൂടി സ്വർഗരാജ്യം കരഗതമായി തീരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നത് എന്താ? നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചെറുപ്പക്കാരനോട് പറയുന്നത് എന്താണ്? കൽപ്പനകൾ പാലിക്കണം. ഒന്നാമതായിട്ട് അത് ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ രണ്ടാമതായിട്ട് അതുകൊണ്ട് മാത്രമാകുന്നില്ല, നീ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകുമെന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത്. വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. വിശുദ്ധ കുർബാനയുടെ അനുഭവം, കൗദാശികമായ അനുഭവം, അത് നിത്യജീവൻ്റെ മറ്റൊരു ഘടകമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഘടകങ്ങൾ കൂടി ചേർത്തെങ്കിൽ മാത്രമേ നിത്യജീവൻ അനുഭവവേദ്യമാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഒരു ഭാഗമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് കൽപ്പനകൾ പാലിക്കുക, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക, കൗദാശികമായ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കടന്നു പോവുക, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, ഈ 3-4 ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമായിട്ട് തീരുകയുള്ളൂ. ഇവിടെ ഒരു ന്യായശാസ്ത്രി ഞാൻ പറഞ്ഞല്ലോ, 2 പേർ വന്നത് ആത്മാർത്ഥമായിട്ടാണ്. ചെറുപ്പക്കാരനായ പ്രമാണി വന്നതും നിക്കോദിമോസ് വന്നതും ആത്മാർത്ഥമായിട്ട് തങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ, തങ്ങളുടെ അപൂർണതകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പൂർണ്ണവാനായ ദൈവത്തിൽ നിന്ന് പൂർണ്ണത ആർജിക്കുവാൻ വേണ്ടിയാണ് അവർ കടന്നു വരുന്നത്. ഇവിടെ ഈ ന്യായശാസ്ത്രി കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. അതായത് എങ്ങനെ അവനെ വാക്കിലോ പ്രവൃത്തിയിലോ കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ ന്യായശാസ്ത്രി കടന്നു വന്നത്. നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. കർത്താവിനോട് മറുപടിയായി പറയുന്നുണ്ട്, അവൻ മറുപടി പറയുന്നതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയും. ന്യായശാസ്ത്രി ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ദൃഷ്ടാന്തമാണ് ഏറ്റവും സുപരിചിതമായ, ഏറ്റവും പരിചിതമായിട്ടുള്ള ഈ വേദഭാഗം, നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പല മേഖലകളിൽ നിന്നും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടി, വിഘാതം സൃഷ്ടിക്കുവാൻ വേണ്ടി പല ഘടകങ്ങളും കടന്നു വരുന്നുണ്ട്. ഒന്നാമത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ പൈശാചികമായ പ്രലോഭനം, 3 പ്രലോഭനത്തിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. പിശാചിൻ്റെ രംഗപ്രവേശം, അവൻ്റെ ദൈവാധിഷ്ഠിതമായിട്ടുള്ള ഭാവത്തെ മാറ്റിയിട്ട് നിനക്ക് സ്വാർത്ഥതയിലേക്ക് പോവുക, ഈ കല്ല് അപ്പമായി തീരുവാൻ നീ 40 രാവും 40 പകലും ഉപവസിച്ചല്ലോ, നിനക്കിപ്പോൾ വിശക്കുന്നില്ലേ? അതുകൊണ്ട് ഈ ചുണ്ണാമ്പ് കല്ല് പോലെ അപ്പത്തിൻ്റെ ആകൃതികൾ കിടക്കുന്ന ചുണ്ണാമ്പ് കല്ലുകൾ നിനക്ക് അപ്പമാക്കി തീർക്കുവാൻ, ഒരു വാചകം കൊണ്ട്, ഒരു വചനം കൊണ്ട് അപ്പമാക്കി തീർക്കുവാൻ നിനക്ക് സാധ്യമായി തീരും എന്ന ഒരു പ്രലോഭനത്തിലൂടെ പിശാച് കടന്നു വരുന്നുണ്ട്. ആ സ്വാർത്ഥതയുടെ, കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ സ്വാർത്ഥതയിൽ തൻ്റേതായിട്ടുള്ള ഉന്നമനം ലാക്കാക്കിയല്ല, മറ്റുള്ളവരുടെ ഉന്നമനം ലാക്കാക്കിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ആ പ്രലോഭനത്തിൽ കർത്താവ് വീണില്ല. രണ്ടാമതായിട്ട് ഏറ്റവും മരുഭൂമിയുടെ ഏകാന്തമായ അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് ദേവാലയത്തിലെ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്തേക്ക് രണ്ടാമത്തെ പ്രലോഭനം നീക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് നീ താഴേക്ക് ചാടിയാൽ നിനക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല, ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്നൊരു പ്രലോഭനമാണ് രണ്ടാമതായിട്ട് കർത്താവിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ കേമനാകാൻ, മിടുക്കനാകാൻ ഏത് നീചപ്രവൃത്തികളും ഏത് മാർഗങ്ങളും അവലംബിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മിൽ കുത്തിവെക്കുന്നത് പിശാചാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അത് അധികാരത്തിൻ്റെ ഭാവത്തിലായിരിക്കാം, മറ്റ് മേഖലകളിലൂടെ ആയിരിക്കാം ഈ പിശാച് രംഗപ്രവേശം ചെയ്യുന്നത്. അവിടെയും കർത്താവ് അതിനെ തരണം ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ടാണ് ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇതെല്ലാം എൻ്റേതാണ്, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, എല്ലാം നിനക്ക് തന്നുകൊള്ളാം എന്നുള്ളത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ പ്രപഞ്ചം എൻ്റേതാണ് എന്ന് സാത്താൻ അവകാശപ്പെടുകയാണ്. വീണ് ഒന്ന് നമസ്കരിച്ചാൽ മതി. ഇതുപോലെ ലൗകികമായ ആസക്തികളും ലൗകികമായ കാര്യങ്ങളിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളൊരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 3 പ്രലോഭനങ്ങളെ കർത്താവ്
അഭിമുഖീകരിക്കുകയും തരണം ചെയ്യുകയും വിജയശ്രീ ലാളിതനായി തീരുകയും ചെയ്യുന്നതായിട്ട് സുവിശേഷ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ വേദപ്രമാണി പരീശന്മാരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നുമുള്ള ആ എതിർപ്പുകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമാണ് കർത്താവിന് അഭിമുഖീകരിക്കേണ്ടി വന്ന രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത്. പിന്നീട് സ്വന്തക്കാരിൽ നിന്നുള്ള അവന് ഭ്രാന്തുണ്ട്, ചിത്തഭ്രമമുണ്ട് എന്ന് വാദിക്കുന്ന അവൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും എന്ന് പറയാം. അവൻ്റെ ഭ്രാന്തുണ്ട് എന്ന് പറയുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്, അങ്ങനെ എല്ലാവിധമായ എതിർപ്പുകളെയും തൃണവൽക്കരിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, എൻ്റെ കൂട്ടുകാരൻ ആരാണ്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത ആദാമിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സഹോദരനെ കൊന്ന കയീനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചോദ്യശരങ്ങൾ നമുക്കും നേരിടേണ്ടതായിട്ട് വരും. ചോദ്യങ്ങൾ എല്ലാവർക്കും ചോദിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ നൽകുന്ന ഉത്തരം സ്വീകരിക്കുവാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെ നീ എവിടെ എന്നുള്ളത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാമും ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോട് ചോദിക്കുന്നതാണ്, നിൻ്റെ അവസ്ഥ എവിടെയാണ്, നീ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ചോദ്യം. സഹോദരങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് വിഘാതം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ എന്നുള്ള ഒരു ചോദ്യം അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കർത്താവ് ഇവിടെ പറയുന്നത് എൻ്റെ അയൽക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യമാണ്. എൻ്റെ അയൽക്കാരൻ ആരാണ്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ, അത് അയൽക്കാരൻ എന്നുള്ള പ്രാധാന്യം കൊടുക്കുക. ഈ ഉപമയിൽ കർത്താവ് പറയുന്ന ഉപമയിൽ 5 വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ശമരിയാക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്ന ഉപമയിൽ 5 വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോകുന്നു. ഒറ്റയ്ക്കാണ് പോകുന്നത്, ഏകനായിട്ട്. ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഒരു വ്യക്തി യെരൂശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോകുന്നു. കള്ളൻ വഴിമധ്യേ വെച്ച് കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുന്നു. അവിടെ മൃതപ്രായനായി കിടക്കുന്ന ആ വ്യക്തിയെ കണ്ടിട്ട് ഒരു പുരോഹിതനും ലേവിനും അതുവഴി കടന്നു വന്നു. അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നു. അതിനുശേഷം ഒരു ശമരിയാക്കാരൻ കടന്നു വരുന്നു. ശമരിയാക്കാരൻ അവന് പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകിയിട്ട് അവനെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന, അതിനുശേഷം എന്തെങ്കിലും അധികമായി ചിലവായാൽ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട്, സത്രക്കാരനോട് പറഞ്ഞിട്ട് അവൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ശമരിയാക്കാരൻ്റെ ചിത്രം ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യെരൂശലേം ദൈവത്തിൻ്റെ നഗരമാണ്. യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യെരൂശലേം ദേവാലയം ഉള്ള സ്ഥലമാണ് യെരൂശലേം. അവിടെ നിന്ന് എറിഹോവിലേക്ക് 20 മൈൽ ദൂരമുണ്ട്. 20 മൈൽ ദൂരം എറിഹോ എന്ന് പറയുന്ന ആ ഒരു പട്ടണം. എറിഹോവിൻ്റെ ചിത്രം പരിശോധിച്ചാൽ വേദപുസ്തകത്തിൽ വിപരീതമായ ഒരു ആസ്പെക്റ്റാണ് ഈ എറിഹോ നൽകുന്നത്. എറിഹോവിലെ ഒന്നാമതായിട്ട് രാഹാബ് എന്ന് പറയുന്നൊരു വേശ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. രാഹാബ് ദൈവപുരുഷന്മാരെ സംരക്ഷിച്ചതുകൊണ്ട് അവൾ ഒരു ദൈവ പുരുഷ എന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ വംശാവലി പട്ടികയിൽ വരെ ഇടം പിടിക്കുന്ന രീതിയിൽ മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ട ജീവിതം നയിച്ച ഒരു സ്ത്രീയാണ് രാഹാബ്. യോശുവ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൈവപുരുഷന്മാരെ അയക്കുമ്പോൾ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി ദൈവപുരുഷന്മാരെ അയക്കുമ്പോൾ അവിടെ ആ രാജാവ്, ആ നഗരത്തിലെ രാജാവ്, എറിഹോ നഗരത്തിലെ രാജാവ് ഒറ്റുകാർ കടന്നു വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് കിങ്കരന്മാരെ അയച്ച് രാഹാബിൻ്റെ ഭവനത്തിൽ കടന്നു വരികയും എവിടെയാണ് ദേശം ഒറ്റുനോക്കുവാൻ വന്ന ചാരന്മാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയെങ്ങുമില്ല എന്നുള്ള ചണത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ ഇടയിൽ ദൈവപുരുഷന്മാരെ ഒളിപ്പിച്ചിട്ട് ഇവിടെയൊന്നും ആരും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞ് ദൈവപുരുഷന്മാരെ രക്ഷിക്കുന്ന രാഹാബിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ട ജീവിതം നയിക്കുന്നവരുടെ ഒരു കേന്ദ്രമാണ് എറിഹോ എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നീട് യോശുവ ഇസ്രായേൽ മക്കളുമായിട്ട് കടന്നു വരുമ്പോൾ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ
വഴിമുടക്കിയായി നിൽക്കുന്ന ഒരു എറിഹോ മതിൽ, അതിൻ്റെ ദൈവമക്കൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മതിൽ, അതിനെ വലം വെച്ചപ്പോഴാണ് എറിഹോ മതിൽ ഇടിഞ്ഞു വീഴുകയും ദൈവമക്കൾ അവിടെ അനായാസമായിട്ട് അതിലൂടെ കാഹളമൂതി യോശുവ കാഹളമൂതി എറിഹോ മതിൽ വീഴ്ത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എറിഹോവിൻ്റെ ചിത്രം, ഭർത്തിമായ എന്നൊരു കുരുടൻ ഇരുന്ന് യാചിക്കുന്നുണ്ട്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തന്നണമേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഒരു ഉപകാരം ലഭ്യമായി തീരും എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ അവനെ തടയുന്ന ഒരു വിഭാഗം ആളുകൾ, നന്മ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അതിനെ തടയുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ ആളുകൾ നീ മിണ്ടാതിരിക്കുക എന്ന് അമർച്ചയായി കൽപ്പിച്ച് ആ അനുഗ്രഹത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു കുരുടനായ ഒരു പാവപ്പെട്ട മനുഷ്യനെ തടയുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് എറിഹോ എന്ന് പറയുന്നത്. പിന്നീട് എറിഹോയിൽ സക്കായിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വഞ്ചനയും കാപട്യവും ഒക്കെ മുഖമുദ്രയാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിയ വ്യക്തി ഒരു കാട്ടത്തിയുടെ മുകളിൽ നിന്ന് കർത്താവിനെ കാണുകയും കർത്താവ് അവനെ വിളിക്കുകയും അവൻ്റെ ഭവനത്തിൽ പോയി ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി, ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാത്ത വ്യക്തിയായിരുന്നു. ഇങ്ങനെ കാപട്യത്തിലൂടെയും കൗശലത്തിലൂടെയും മറ്റുള്ളവരുടെ പണം സ്വായത്തമാക്കി, ധനം സ്വായത്തമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിയ സക്കായിയുടെ നഗരമാണ് എറിഹോ നഗരം എന്ന് പറയുന്നത്. പൊതുവേ എങ്ങനെ നോക്കുമ്പോൾ വിപരീതമായ ഒരു വ്യാപാര കേന്ദ്രമാണ്, മ്ലേച്ഛതയുടെ കേന്ദ്രമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ലഭ്യമായി തീരും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്ന, അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള രീതിയിൽ വിപരീതമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുള്ള സ്ഥലമാണ് എറിഹോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അവിടേക്കാണ് ഈ മാനസാന്തരത്തിൻ്റെ വിശുദ്ധ നഗരത്തിൽ നിന്ന് ഒരു വ്യക്തി യാത്ര ചെയ്യുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ ദേവാലയത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട്, അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ളൊരു രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ശേഷം ഇങ്ങനെ ഈ മ്ലേച്ഛതയുടെ അനുഭവത്തിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കടന്നു പോകുന്ന വഴി തെറ്റാണ് എന്നറിഞ്ഞിട്ടും ആ തെറ്റായ വഴിയിലൂടെ അബദ്ധസഞ്ചാരം നടത്തി ഈ ലോകത്തിൻ്റെ അതീശ ശക്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി ആത്മാവിനെയും ശരീരത്തെയും ഹോമിപ്പിക്കുന്ന ദയനീയമായ ദുസ്ഥിതിയിലേക്ക് ഞാൻ പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആധുനിക സമൂഹത്തിൽ വഴിപിഴച്ച ഒരു യുവതലമുറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അനുദിന ജീവിതത്തിൽ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യൗവനക്കാരൻ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആ യൗവനകാലം സന്തോഷദായകമായ അനുഭവമാണ്. അല്പം സ്വാതന്ത്ര്യമൊക്കെ ആസ്വദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഏതിലേക്കും പോകുവാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു പരിധി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഏദൻ തോട്ടത്തിൽ അവർക്ക് നൽകിയിട്ടും ഒരു കാര്യത്തിന് പരിധി വെച്ചു. നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതും ആസ്വദിച്ചു പോകുവാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ചില കാര്യങ്ങൾക്ക് പരിധി വെച്ചിട്ടുണ്ട്, പരിമിതി വെച്ചിട്ടുണ്ട്. അത് കുടുംബ പശ്ചാത്തലത്തിലാണെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് പറയും അരുത് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലകളിൽ അച്ഛന്മാരും അല്ലെങ്കിൽ തിരുമേനിമാരും ഒക്കെ വിശ്വാസികളോട് പല കാര്യങ്ങളും നിഷിദ്ധമാണ് എന്ന് പറയാറുണ്ട്. ഡോക്ടർമാർ രോഗികളോട് പറയാറുണ്ട് ചില കാര്യങ്ങൾ, ചില ഭക്ഷണം ഒഴിവാക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥമായ ഒരു വിപരീതമായ ഈ ഒരു വിപരീതാത്മകമായ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു പ്രവണതയാണ് ആധുനിക മനുഷ്യനെ ഭരിക്കുന്നത്. ആദിയിലും അത് നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യ മാതാപിതാക്കളും അപ്രകാരം എല്ലാം ആസ്വദിച്ചിട്ടും അവർക്ക് വിപരീതമായ ദൈവകൽപ്പനയെ മറുത്തുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് അവരിലും ഭരിച്ചത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എന്നിൽ കുടികൊള്ളുന്നുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി പരിശുദ്ധന്മാരുടെ ജീവിതത്തിലാണെങ്കിലും ശുദ്ധിമാന്മാരുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു വിപരീതമായ ദിശയിലേക്ക് പോകണമെന്നുള്ളൊരു പ്രവണത ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പിതാക്കന്മാരും അതിൽ നിന്ന് ഒഴിഞ്ഞവരല്ല. എല്ലാവരും ഇതിലൂടെ ബലഹീനതകളിലൂടെ കടന്നുപോയവരാണ്.
അല്ലെ ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം പറയുന്ന മോശയുടെ ജീവിതം, മോശയുടെ കൊട്ടാരത്തിലെ ജീവിതം ആയിരുന്നു അവനൊരു ക്രൂരനായ ഒരു വ്യക്തിയായിട്ട് മാറ്റിയത്. ഒരു സന്ദർഭത്തിൽ ഒരു വഴക്ക് കൂടി ഒരു മിസ്രൈമിനെ അടിച്ചു കൊല്ലത്തക്ക രീതിയിലുള്ള ഒരു ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു മോശ. അവന് എപ്പോഴാണ് മാനസാന്തരപ്പെട്ട് സൗമ്യനായി മാറുന്നത്? മുൾപ്പടർപ്പിൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിൻ്റെ കാലിൽ നിന്ന് നിൻ്റെ ചെരുപ്പഴിച്ച് കളയുക എന്നുള്ള ആ ഒരു നിർദ്ദേശം പാലിച്ച് ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു പ്രവണത വന്നപ്പോഴാണ് മോശ ക്രൂരതയുടെ അനുഭവമൊക്കെ മാറ്റിയിട്ട് മാനസാന്തരപ്പെട്ട് സൗമ്യനായ വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ദർശനത്തിന് പാദ്രീഭൂതനായ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഇത് കാണുവാനുള്ളൊരു യോഗ്യതയൊന്നുമില്ല, ഞാൻ പാപിയാണ്, ഞാൻ മഹാപാപിയാണ് എന്നുള്ളൊരു അവബോധം. മാറാബോ പിതാവാണെങ്കിലും എല്ലാവരും ഇതുപോലെയുള്ള തങ്ങളുടേതായിട്ടുള്ള ബലഹീനതകളെ ദൈവസന്നിധിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ സാധാരണ ഏത് നിമിഷവും തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളവരാണ്, ആ പരാജയങ്ങളിൽ തന്നെ അവർ വീണ് കിടന്നില്ല എന്നുള്ളതാണ് പരിശുദ്ധന്മാരുടെ ശ്രേഷ്ഠത. പരിശുദ്ധന്മാരുടെ ശ്രേഷ്ഠത ആ പരാജയത്തിൽ തന്നെ പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ തെറ്റിപ്പോയി എങ്കിലും അനുതാപത്തോടുകൂടി കരഞ്ഞ് വിലപിച്ച് തൻ്റെ തെറ്റിനെക്കുറിച്ച് ഉള്ള അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുകൊണ്ട് പത്രോസ്ലീഹ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ഒളിച്ചു വെച്ച്, പാപം ഒളിപ്പിച്ചു വെച്ച് 1 വർഷം മുമ്പോട്ട് പോയി. അതിൽ നിന്ന് അവിഹിതമായിട്ടൊരു കുട്ടി ഉണ്ടാകുന്ന സന്ദർഭം വരെ പാപം ഒളിപ്പിച്ചു വെച്ച് മുമ്പോട്ട് പോയി എങ്കിലും തൻ്റെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം നാഥാൻ പ്രവാചകൻ വരുത്തിയപ്പോഴാണ്, ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് 51-ാം സങ്കീർത്തനം എഴുതി അനുതാപാർദ്രമായ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഈ പരിശുദ്ധന്മാരുടെ ജീവിതം എല്ലാം തെറ്റുകളിലൂടെ കടന്നുപോയി എങ്കിലും അവരുടെ ജീവിതം അനുതാപാർദ്രമായ ഹൃദയത്തോടുകൂടി തങ്ങളുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പാപം ഒളിപ്പിച്ചു വെച്ച് ദാവീദിനെ പോലെ പാപം ഒളിപ്പിച്ചു വെച്ച് പോകുന്ന അനേകം ആളുകളെ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളാണെങ്കിലും അങ്ങനെ പാപം ഒളിപ്പിച്ചു വെച്ച് പോകുന്ന ഒരു ദയനീയമായ ദുസ്ഥിതിയാണ് ഇന്ന് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യകുമ്പസാരം നടക്കുന്നില്ല. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടുകൂടി ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന. പെരുന്നാളിൻ്റെ അനുഭവമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ഏറ്റവും യേശുക്രിസ്തു തന്നെ ഒരു പെരുന്നാളിന് കടന്നു പോകുന്നുണ്ട് മാതാപിതാക്കളോടൊപ്പം. വ്യവസായ പിതാവും മാതാവും ഒക്കെ ആയിട്ട് 12 വയസ്സുള്ള ബാലൻ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോകുന്നുണ്ട്, പെസഹ പെരുന്നാളിന് പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യേശു ഉണ്ടായിരുന്നു, കൂടെ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. വഴിമധ്യ യേശു ഉണ്ടായിരുന്നു, ദേവാലയത്തിൽ യേശു ഉണ്ടായിരുന്നു, മടക്കയാത്രയിൽ യേശു ഇല്ലായിരുന്നു. ഇതുപോലെയാണ് പല പെരുന്നാളുകളും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെയാണ്. ആബോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ പദയാത്രയൊക്കെ നടത്തി വളരെ ഭക്തിയോടുകൂടി ദേവാലയത്തിൽ കടന്നു വരും. ദേവാലയത്തിലെ പെരുന്നാളിൻ്റെ ആഘോഷത്തിമിർപ്പിൽ ക്രിസ്തുവിനെ മറന്ന്, പരിശുദ്ധന്മാരെ മറന്ന് പോകുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയ യൗസേ പിതാവിനെ പോലെ മാതാവിനെ പോലെ ക്രിസ്തുവിനെ ദേവാലയത്തിൽ ഉപേക്ഷിച്ച പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം പെരുന്നാളിൽ ഒരിക്കലും ഉണ്ടാകരുത്. പെരുന്നാൾ ക്രിസ്തുവിനെ കൂടെ കൊണ്ടുപോകുന്ന, പരിശുദ്ധന്മാരെ കൂടെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ആയിരിക്കണം പെരുന്നാളുകൾ എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. അതുകൊണ്ട് പ്രധാനമായിട്ടും യൗവനത്തിൻ്റെ അനുഭവത്തിൽ നശിച്ച ഒരു തലമുറയുടെ പ്രതീകമാണ് ഈ സാഹസികനായ യാത്രക്കാരൻ. ഒന്നാമത്തെ വ്യക്തി, അതായത് സാഹസികമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ആരാധനയുടെ അനുഭവത്തിൽ നിന്നും മ്ലേച്ഛതയുടെ അനുഭവത്തിലേക്ക് അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക സമൂഹത്തിലും ഇതിൽ നിന്ന് വിഭിന്നം അല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എവിടെയാണ് പറയുന്നത്? സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാം വാക്യം. യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ളത്. ഇന്നത്തെ യുവതലമുറ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെന്ന് പള്ളികളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 9-ാം ക്ലാസ് 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. 10-ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ്, ട്യൂഷൻ അങ്ങനെയുള്ള രീതിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് കുട്ടികളെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളും. ഈ ലോകത്തിന് അനുരൂപമായ കുറച്ച് പൈസ സമ്പാദിക്കണം, ജർമ്മനിയിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനത്തുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം വർത്തിക്കുന്ന ആധുനിക സമൂഹമാണ് പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അറിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായിരിക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് ദേവാലയ അന്തരീക്ഷത്തിൽ നിന്ന് സ്വായത്തമാക്കുന്ന ആധ്യാത്മികത, കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും സ്വായത്തമാക്കുന്ന ആധ്യാത്മികത, അതിൽ കടിപ്പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം മാതാവിനുണ്ട്, പിതാവിനുണ്ട്, ആധ്യാത്മിക നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനാശീലം, കുടുംബ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഉള്ള ഭവനങ്ങൾ, തീർച്ചയായിട്ടും അവിടുത്തെ കുട്ടികൾ ആധ്യാത്മികമായി ഉന്നത നിലവാരം പുലർത്തുന്നതായിരിക്കും. മറിച്ച് ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ഈ ലോക ജീവിതത്തിൽ അവിഹിത ബന്ധങ്ങളിലൊക്കെ പോയി ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പിൻതലമുറയിലും ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാർ നാം തന്നെയാണ് എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. ആരാധനയുടെ അനുഭവത്തിൽ നിന്നും അധമ മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് നാം പ്രധാനമായി ചിന്തിക്കുക. ആ യാത്രക്കാരൻ അവിടെ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 20 മൈൽ ദൂരം വളരെ ആയാസകരമായിട്ട് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലമാണ് എന്നറിഞ്ഞിട്ട് കൂടിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ മറ്റൊരു ചിത്രമാണ് നമുക്ക് ഇവിടെ ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. എങ്ങനെയാണ്? എനിക്ക് കുടുംബ പാരമ്പര്യമുണ്ട്, ആഢ്യത്വമുണ്ട്, മറ്റേ പണമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ കൂസാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കും, മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്ന ധാർഷ്ട്യത്തോടു കൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരുടെ പ്രതിനിധിയാണ് ഈ യാത്രക്കാരൻ. അതായത് പ്രധാനമായിട്ടും അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മുടെ അയൽക്കാരുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴേ, രാത്രിയിൽ ഒരു ആപത്ത് വരുന്നു, ആരെങ്കിലും ഒന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ആരെയും ഒന്ന് വിളിക്കണമെങ്കിൽ അയലത്ത് നോക്കി അവരെ വിളിക്കാൻ പറ്റത്തില്ല, അവരുമായിട്ട് ശത്രുതയാണ്. ബന്ധുക്കളെ വിളിക്കാൻ പറ്റത്തില്ല, അവരുമായിട്ട് ശത്രുതയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് സ്വന്തം കാലിൽ മുമ്പോട്ട് നിൽക്കുവാനുള്ള കഴിവുണ്ട്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തിയുണ്ട് എന്നുള്ള അബദ്ധ ചിന്തയോടുകൂടി, അഹംഭാവത്തോടുകൂടി വർത്തിക്കുന്ന അനുഭവം ഉള്ള വ്യക്തികളെയാണ് പൊതുവെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം ചിന്തിക്കുക, ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആരെയെങ്കിലും ആശ്രയിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമാകത്തില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ ആരെങ്കിലും, നമ്മുടെ പണം നമ്മളെ സഹായിക്കത്തില്ല. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആരെങ്കിലും ആശ്രയിക്കാതെ നമുക്ക് മുമ്പോട്ട് പോവുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ചിന്തിച്ച് മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം സുദൃഢമാക്കുന്ന അനുഭവത്തിലേക്ക് നന്നായി തീരുക. ഈ പെരുന്നാൾ അതിന് കാരണഭൂതമാകേണ്ടതാണ്. ഈ പെരുന്നാൾ മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധത്തിന് വിള്ളൽ വീണിട്ടുണ്ടോ? എൻ്റെ അയൽക്കാരുമായിട്ടുള്ളൊരു ബന്ധത്തിന് വിള്ളൽ വീണിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളുമായിട്ട്, എൻ്റെ ബന്ധുമിത്രാദികളുമായിട്ട് ഉള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ഇടർച്ചയുടെ സമീപനം ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ അവരുമായിട്ട് സമ്പൂർണമായ ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരിക എന്നുള്ളതാണ് ഈ പെരുന്നാളിൽ നാം ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ഒരുക്ക ധ്യാനത്തിൽ പറയുന്നത് ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായ ദൈവവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധ്യമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രധാനമായിട്ടും പൗലോസ് ശ്ലീഹ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രധാനമായിട്ടും പാപം ഒരു പടിയിറക്കമാണ്. പടിപടിയായിട്ടുള്ളൊരു പടിയിറക്കമാണ് പാപത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ മുടിയനായ പുത്രൻ്റെ ജീവിതം അതുപോലെയാണ്. ഏറ്റവും പിതാവിൻ്റെ, സഹോദരൻ്റെ സ്നേഹവലയത്തിൽ നിന്നും അവന് അഹങ്കാരത്തോടു കൂടി വീട് വിട്ടുപോയി. പണമെല്ലാം പിതാവിൽ നിന്ന് വരേണ്ട പണമെല്ലാം സ്വരൂപിച്ചിട്ട് അവന് പണം ഉണ്ടായിരുന്നപ്പോൾ സ്നേഹിതന്മാരുണ്ടായിരുന്നു, സ്നേഹിതന്മാരുടെ സ്നേഹവലയം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് സ്നേഹിതന്മാരുടെ സ്നേഹവലയം അത് നൈമിഷികമായിരുന്നു. അത് പണത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹം മാത്രമായിരുന്നു, അഭിനയമായിരുന്നു. സ്നേഹിതന്മാരുടെ മനോഭാവം അതിൽ നിന്ന് അവർ പണമെല്ലാം നശിച്ചപ്പോൾ അവർ സ്നേഹിതന്മാർ അവനെ തള്ളിക്കളഞ്ഞു. വേറൊരു അപരിചിതമായ ദേശത്തേക്കാണ് പോകുന്നത്. അതായത് പാപത്തിൻ്റെ പടിയിറക്കം നോക്കുക. പിതാവിൻ്റെയും സഹോദരൻ്റെയും സ്നേഹവലയത്തിൽ നിന്ന്, ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ളൊരു പടിയിറക്കം എവിടേക്കാണ്? സ്നേഹിതന്മാരിലേക്ക് ആ പടിയിറക്കം വരുന്നു. ആ പടിയിറക്കം അപരിചിതമായൊരു ദേശത്തേക്ക് പോകുന്നു. അപരിചിതമായ ദേശത്ത് ചെന്നിട്ട് അവിടെ ഒരു ക്ഷാമം വരുമ്പോൾ അവിടെ അവൻ്റെ ജീവിതം ദുസ്സഹമായി തീരുകയാണ്.
പന്നിയെ മേയ്ക്കുവാൻ അല്ലെങ്കിൽ പന്നിയുടെ ഭക്ഷണം കൊണ്ട് ഉപജീവനം കഴിക്കത്തക്ക രീതിയിലുള്ള ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൻ മാറുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും ഉണ്ട്. പല തെറ്റുകളും എൻ്റെ ജീവിതത്തിൽ മൂടി വെച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു വിമോചനം, കടും ചുവപ്പായിരിക്കുന്ന പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പ്രാപ്തമാണ് ദൈവകൃപ എന്ന് മനസ്സിലാക്കി ആ ദൈവികമായ പശ്ചാത്തലത്തിൽ ദൈവികമായിട്ടുള്ള ആ ഒരു കരുണയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുക. സാഹസികമായ ഒരു അനുഭവത്തിലൂടെ മറ്റുള്ളവരെ കൂസാതെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുവെങ്കിൽ ഒരു തിരിച്ചടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി, ഒരു മുൻകരുതലോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി എനിക്കൊന്നും ഒരു ചുക്കം സംഭവിക്കുകയില്ല എന്നുള്ള രീതിയിൽ ആ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ ആക്രമിക്കപ്പെടുന്നത്. നിരാലംബനായിട്ട് അവന് ആ വഴിയരികിൽ മൃതപ്രായനായിട്ട് അവന് അവിടെ മുറിവേറ്റ് വീഴുന്നത് നാം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ട് ഒന്നാമത്തെ സന്ദേശം ഇതാണ്. ഒന്നാമതായിട്ട് സാഹസികമായിട്ടുള്ളൊരു യാത്ര എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആപദസഞ്ചാരം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കൂസാതെ ഉള്ളൊരു ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ, മറ്റുള്ളവരെ അനുസരിക്കാതെ ഉള്ളൊരു ജീവിതമാണ് എൻ്റെ ഉണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന സമീപനത്തിലൂടെയാണ് എൻ്റെ ജീവിതമെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് വിനയാന്യതരായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് എൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ആ കൊള്ളക്കാരാണ്. മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചും മറ്റുള്ളവരെ അല്ലെങ്കിൽ ദ്രോഹിച്ചും ഒക്കെ ജീവിക്കുന്ന പ്രതിനിധികൾ, അത് രണ്ടാമത്തെ വിഭാഗം ആളുകളാണ്. ഈ ഏകാന്ത പതിക്കതിനെ ആക്രമിച്ച് മൃതപ്രായനാക്കി വഴിയിൽ ഉപേക്ഷിച്ച് പോയി അവൻ്റെ സമ്പാദ്യം കൊള്ളയടിച്ചു, അവൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പാപാവസ്ഥയുടെ രണ്ടാമത്തെ ചിത്രമാണ് വസ്ത്രം നഷ്ടപ്പെടുന്ന അനുഭവം. ആദിയിൽ ഇപ്രകാരം ഉണ്ടാകുന്നുണ്ട്. ആദിയിൽ തേജസ്സിൻ്റെ വസ്ത്രം കൊടുത്താണ് ആദാമിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കിയത്. അവർ പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. നിങ്ങൾ വസ്ത്രമില്ലാത്ത അനുഭവമാണ്, നഗ്നരാണ് എന്ന് തിരിച്ചറിയുകയും ഈ നശിച്ചു പോകുന്ന ഈ തുകൽ കൊണ്ട് അല്ലെങ്കിൽ ഈ മറ്റേ വൃക്ഷത്തിൻ്റെ തുകലൊക്കെ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വെയിൽ വന്നപ്പോൾ അത് വാടിപ്പോവുകയും യഹോവയായ ദൈവം തന്നെ ഇടപെട്ട് ഒരു ആട്ടിൻകുട്ടിയെ തന്നെ കൊന്നിട്ട് ഒരു തുകൽ കൊണ്ട് അവരെ ഉടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ തന്നെയാണ് ആദ്യത്തെ ബലി. അവിടെയാണ് ഏതെല്ലാം ആദ്യത്തെ ബലി. എവിടെയാണ് തുകലുണ്ടാകുന്നത്? അല്ലെ തുകൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ മൃഗത്തെ കൊല്ലാതെ തുകലുണ്ടാകാൻ പറ്റത്തില്ല. ആദിയിലെ ബലി കാൽവറി ബലിയുടെ ഒരു സൂചനയാണത്. ആ ബലി അല്ലെങ്കിൽ അതിലൂടെ വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിക്കുന്നു. അപ്പം പ്രധാനമായിട്ട് പാപം മൂലം വസ്ത്രം നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടാക്കുമ്പോൾ അവർ ഏദൻ്റെ പറുദീസയിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെടുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവപ്രവൃത്തിയിൽ നിലനിൽക്കുന്നവർ വീഴുന്നതിൻ്റെ ലക്ഷണമാണ് ആദിയിലെ വീഴ്ച എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലൂടെ ജീവിതത്തിലെ മറ്റുള്ളവരെ പരിക്കേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമീപനം, അത് ശാരീരികമായിട്ട് നാം മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്നതിൽ ഇല്ലായിരിക്കാം. മറ്റുള്ളവരെ പക്ഷേ വാക്കാലോ പ്രവൃത്തിയാലോ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ്. കുടുംബ പശ്ചാത്തലത്തിൽ നോക്കുക. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന സമീപനം, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്നാണ് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നത്. ഇടർച്ചയുടെ സമീപനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? എന്തെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരെ തേജോവധം ചെയ്ത് സംസാരിക്കുന്ന സമീപനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ? കുടുംബ പശ്ചാത്തലത്തിൽ നോക്കുക. കുടുംബ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ അകാരണമായിട്ട് മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം, അവർ സംഭാഷണ ശകലങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്ന അനുഭവം ഉണ്ടാകണം. നമ്മെ പരിക്കേൽപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ മുറിവേൽപ്പിക്കുന്നവരുണ്ട്, നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന സമീപനങ്ങളുണ്ട്. അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ പെരുന്നാളിൽ നമുക്ക് നൽകുവാനുള്ള ഒരു രണ്ടാമത്തെ സന്ദേശം. മറ്റുള്ളവർ ഏത് കാര്യമായി കുടുംബ പശ്ചാത്തലത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും, അതുപോലെ തന്നെ അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധവും ഒക്കെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും ഒക്കെ സുദൃഢമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമായ സമീപനത്തിലൂടെ ഒരു അന്തരീക്ഷം, ഭവനാന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ
സാധ്യമായിട്ട് തീരുകയുള്ളൂ. ആധുനിക കേരളത്തിൻ്റെ സിറ്റുവേഷൻ നമുക്കറിയാവുന്നതാണ്. ഇതുപോലെ ഈ മൃതപ്രായനായ ഒരു ഏകനായി യാത്ര ചെയ്യുന്ന ഏകാന്ത പഥികനായ ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്ന ആ കൊള്ളക്കാർ, കള്ളന്മാർ, അതിന് സമാനമായിട്ടുള്ളൊരു കൊട്ടേഷൻ സംഘങ്ങളാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആരെ വേണമെങ്കിലും കൊല്ലാം, 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ആരെയും കൊല്ലാമെന്നുള്ളൊരു ഒരു സ്ഥിതിയിലേക്കാണ്. ഏറ്റവും അരാജകത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ജീവിതമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം, നമുക്ക് ചുറ്റും സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനോ മറ്റുള്ളവരെ കൊല്ലുവാനോ മടിയില്ലാത്ത നീചമായിട്ടുള്ള അനുഭവം. എന്തുകൊണ്ടാണ് ഇപ്രകാരം വരുന്നത്? ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. അതിന് സമാനമായിട്ടുള്ള സിനിമകൾ, ഇന്നത്തെ ഇറങ്ങുന്ന സിനിമകളൊക്കെ, പണ്ടൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കഥകളൊക്കെ ഉള്ള സിനിമകളാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നൊക്കെ അക്രമവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ, അതിൻ്റെ സ്വാധീനമാണ് ഇന്നത്തെ യുവതലമുറയെ സ്വാധീനിക്കുകയും അവർ എന്ത് ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത്. ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ യുവജനങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം ഗ്രസിച്ചിരിക്കുകയാണ്. ആരോടും ഒരു വിധേയത്വമില്ല, പ്രതിപത്തിയില്ല. മറിച്ച് ഇതുപോലെ ഈ മനുഷ്യനെ മുറിവേൽപ്പിച്ചതുപോലെയുള്ള ഒരു കൊട്ടേഷൻ സംഘങ്ങൾ വിരാജിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രധാനമായിട്ടും നാം ചിന്തിക്കുക, മറ്റുള്ളവരെ കബളിപ്പിച്ചും വഞ്ചിച്ചും ഇടർച്ച വരുത്തിയും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെ വേദനിപ്പിച്ചുമാണോ മുമ്പോട്ട് പോകുന്നത് എന്ന് ഒരു ആത്മപരിശോധന നടത്തുക. അനീതിയുടെ വഴിയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചാലും അതിന് നിലനിൽപ്പില്ല എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരിൽ കർത്താവിന് പണസൂക്ഷിപ്പുകാരനായിരുന്നു യൂദ. ആ പണസൂക്ഷിപ്പിൽ സന്തോഷം കണ്ടെത്താതെ പ്രമാണിമാർ കൊടുത്ത 30 വെള്ളിക്കാശിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു. അതാണ് ദൈവത്തിന് വിലയിടുന്ന അനുഭവമാണ്. ദൈവത്തിന് വിലയിടുക, മറ്റുള്ളവർക്ക് വിലയിടുന്ന ഒരു അനുഭവം. യൂദ അങ്ങനെ മറ്റുള്ളവർക്ക് വിലയിടുന്നാലേ ദൈവത്തിന് വിലയിട്ടു. ദൈവത്തിന് വിലയുടെ 30 വെള്ളിക്കാശ്. ആ വില അവന് സ്വായത്തമാക്കി അവന് മുമ്പോട്ട് ജീവിക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ട് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ ഇതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വിലയിട്ട് മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇത്രയും ചെയ്തു എന്ന് പൊക്കി പിടിച്ച് അല്ലെങ്കിൽ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു അനുഭവമാണ് പൊതുവേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിലയിടുക, മാതാപിതാക്കൾ ഇത്രയും ഞാൻ അവർക്ക് ചികിത്സാ ചെലവിന് ഇത്രയും കൊടുത്തു, ഭക്ഷണത്തിന് ഇത്രയും കൊടുത്തു എന്ന് കണക്ക് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വിലയിട്ട യൂദായിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ 30 വെള്ളിക്കാശിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും അവന് കെട്ടിഞ്ഞാന്ന് മരിക്കേണ്ടതായിട്ടുള്ള ദയനീയമായ ദുസ്ഥിതിയാണ് സംജാതമായി തീർന്നത്. അനീതിയുടെ വഴിയിൽ നിന്ന് നാം ശേഖരിക്കുന്ന നാണയത്തുട്ടുകൾക്ക് ആയുസ് ഉണ്ടാവുകയില്ല. അനീതിയുടെ വഴിയിൽ നിന്ന് നാം സ്വരൂപിക്കുന്ന, അത് സമ്പത്തായിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ, വസ്തുവകകളായിക്കൊള്ളട്ടെ, അനീതിയിലൂടെ നാം വസൂലാക്കുന്ന ഏതായിക്കൊള്ളട്ടെ, അതിന് നൈമിഷികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നത്. നമ്മുടെ യാക്കോബിൻ്റെ ഏശാവിൻ്റെയൊക്കെ കഥ നമുക്കറിയാവുന്നതാണ്. നമുക്കിടെ ആ ചിത്രം നമുക്കറിയാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കൗശലത്തിലൂടെ ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കിയ യാക്കോബ് അമ്മയുടെ നിർദ്ദേശപ്രകാരം അന്ധനായ പിതാവിനെ ഇസഹാക്കിനെ വഞ്ചിച്ച് ഞാൻ നിൻ്റെ മൂത്ത മകനായ ഏശാവാണ് എന്ന് അബദ്ധം അല്ലെങ്കിൽ അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഏശാവിന് ലഭ്യമാകേണ്ട ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കിയ യാക്കോബിന് പിന്നീട് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകേണ്ടതായിട്ട് വന്നത്. സ്വന്തം വീട് വിട്ടു പോകേണ്ടതായിട്ട് വന്നു. ഏറ്റവും താൻ സ്നേഹിച്ച അമ്മയെ പിന്നെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ല. ആ ഏകാന്തമായ സ്ഥലത്ത്, അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഏകാന്ത സ്ഥലത്ത്, ഇരുളിൻ്റെ ഭയാനകമായ അനുഭവത്തിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നേരെ ഉരുട്ടി അവിടെ കിടന്നിടന്നിട്ട് കല്ലെടുത്ത് തലയിണായി വെച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. അവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ ദൈവബോധമൊന്നുമില്ലാതെ മനുഷ്യനെ പറ്റിച്ച് ഒരു ദൈവമേ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് യാക്കോബ് യാത്ര ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണി, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ചയാണ് യാക്കോബ് കാണുന്നത്. യാക്കോബ് അതിനുശേഷം ഉറക്കമുണർന്നതിന് ശേഷം പറയുന്നുണ്ട്, യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഞാനും അത് അറിഞ്ഞില്ല. യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഞാനും അത് അറിഞ്ഞില്ല. വലിയൊരു സ്വപ്നമാണ് അവിടെ കാണുന്നത്. എന്താണ്? സ്വർഗത്തിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നാർത്തട്ടഹസിക്കുന്ന മാലാഖമാരാണ് ഗോവേണി വഴിയായിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ബലഹീനരായ നമുക്ക് അനുഗ്രഹം ചൊരിയുവാൻ വേണ്ടി ഗോവേണി വഴി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൗത്യമാണ് പരിശുദ്ധന്മാരുടെ ദൗത്യം.
ദൈവദൂതന്മാരുടെ ദൗത്യം അതാണ്. പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവദൂതന്മാരുടെ ദൗത്യം. മാറാബോ പിതാവിൻ്റെയും അതുപോലെയുള്ള പരിശുദ്ധന്മാരുടെയൊക്കെ ദൗത്യം എന്താണ്? അവർ ദൈവസന്നിധിയിൽ വെള്ള നിലയങ്കി ധരിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വലിയ വൃന്ദം ആളുകളാണ് ഗോവേണി വഴിയായി ഭൂമിയിലേക്ക്, നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരുന്ന ഒരു വലിയ സന്ദർഭമാണ് പരിശുദ്ധന്മാരുടെ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. അവരോട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലം ലഭ്യമാകും എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. യാക്കോബിൻ്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, അനീതിയുടെ അനുഭവത്തിലൂടെ ഒരാളെ കബളിപ്പിച്ച്, രണ്ടുപേരെ കബളിപ്പിച്ചാണ്, ജ്യേഷ്ഠനെയും പിതാവിനെയും കബളിപ്പിച്ച വ്യക്തി 20 വർഷക്കാലം ലാബാനാൽ കബളിപ്പിക്കപ്പെടുകയാണ്. അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിൽ റാഹേലിന് വേണ്ടി ലാബാനെ സേവിക്കുന്ന ദൈവത്തെ എല്ലാം പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് അവിടെ ഒരു നേർച്ച നേർന്നു. ബഥേലിൽ വെച്ച് നേർച്ച നേർന്നു. ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പിന്നെ ബഥേലായത്. ഞാനീ പോകുന്ന യാത്ര സഫലമാകുകയും ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്ര സഫലമാവുകയും ഭക്ഷിപ്പാൻ ഭക്ഷണവും ധരിപ്പാൻ വസ്ത്രമൊക്കെ എനിക്ക് തരികയും സമാധാനത്തോടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്യും. എങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അല്ലേ? എങ്കിൽ എന്നുള്ള ക്ലോസ് ഇട്ടുകൊണ്ടല്ലേ ആബോ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എങ്കിൽ ഇതെല്ലാം സാധിച്ചു തരുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ക്ലോസ് മാറ്റുക. എങ്കിൽ എന്നാൽ എന്നുള്ള ക്ലോസ് ദൈവസന്നിധിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റുക. ദൈവം എന്നെ കരുതുന്നവനാണ്, സുഖത്തിൻ്റെ അനുഭവത്തിലും ദുഃഖത്തിൻ്റെ അനുഭവത്തിലും കരുതുന്നവനാണെന്നുള്ളൊരു അവബോധം ജീവിതത്തിൽ രൂഢമൂലമാക്കിക്കൊണ്ട് ദൈവം എന്നെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കും എന്നുള്ള വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് സാധിച്ചു തരുമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ദൈവസന്നിധിയിൽ ക്ലോസ് ഇട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കരുത്. ദൈവസന്നിധിയിൽ ക്ലോസ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭ്യമാക്കത്തില്ല എന്നുള്ളത് യാക്കോബിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. 5 കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നാൽ 3 കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം എന്നാണ് യാക്കോബ് അവിടെ പറയുന്നത്. ഒരിക്കലും ഇങ്ങനെ ഉള്ള ക്ലോസ് ഇട്ടുകൊണ്ട് എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന് നല്ല ജോലി കിട്ടിയാൽ, അങ്ങനെയുള്ളൊരു എങ്കിൽ എന്നുള്ള ആ ഒരു ക്ലോസ് പൂർണ്ണമായിട്ടും മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ 20 വർഷക്കാലം അതിനുശേഷമാണ് യാക്കോബ് രൂപാന്തരപ്പെടുന്നത്. പെനിയേൽ എന്ന് പറയുന്ന മടക്കയാത്രയിൽ, ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് മടക്കയാത്ര ചെയ്യുമ്പോൾ പെനിയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ദൈവദൂതനുമായിട്ട് നൽപ്പിടുത്തം നടത്തി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന യാക്കോബിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ വെച്ചാണ് നിൻ്റെ പേര് മാറ്റി, നീ ഉബായി ആയിരുന്നു ഇതുവരെയും, നീ ഇനി ഇസ്രായേലായിരിക്കും എന്ന് പേര് മാറ്റി കൊടുക്കുന്നത്. ക്രിസ്തുവിലാകുന്നവർ പുതു സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്ന അനുഭവമുണ്ടോ, മറ്റുള്ളവരെ വഞ്ചനയിലൂടെ കൊടുക്കുന്ന അനുഭവം ഉണ്ടോ? അതിന് പ്രധാനമായിട്ടും ആത്മാർത്ഥമായിട്ടാണോ നാം മറ്റുള്ളവരെ സഹായിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്നൊക്കെ പൈസയൊക്കെ പലരും കടമൊക്കെ വാങ്ങിക്കും. കടം വാങ്ങിച്ചിട്ട് ഇന്ന ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തില്ല. 98% കൊടുക്കാത്ത ആളുകളാണ് ഇന്ന് പൊതുവേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയും ഇത് കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവന് തന്നെ അറിയാം. എന്നിട്ടാണ് വഞ്ചിക്കുന്നത്. ഇപ്പോൾ ഈ വഞ്ചനയിലൂടെയും കാപട്യത്തിലൂടെ അതിനോട് നിലനിൽപ്പില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ചിന്തിക്കുക. ഇതുപോലെ ഈ വ്യക്തിയെ ഈ മൃതപ്രായനായിട്ട് ഉപേക്ഷിച്ച് പോയ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നാം ശാരീരികമായി മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചില്ല എങ്കിലും അകാരണമായിട്ട് നാം മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന രീതിയിലുള്ള സംഭാഷണ സമീപനങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ആ ഒരു കാര്യം. പിന്നീട് 3-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ആ അവശനായി കിടക്കുന്ന വഴിയാത്രക്കാരനെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ കടന്നു പോകുന്ന ഒരു പുരോഹിതനും ലേവ്യനും എന്നുള്ളത്. അതാണ് 3-ാമത്തെ വിഭാഗം ആളുകൾ. 1-ാമത്തെ വിഭാഗം സാഹസികന യാത്രക്കാരനാണ്. 2-ാമത്തെ വിഭാഗം ഈ കൊള്ളയടിച്ചും അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചും ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. 3-ാമത്തെ വിഭാഗം പുരോഹിതന്മാരും അതുപോലെ തന്നെ ദേവാലയത്തിലെ ശുശ്രൂഷകരും ആണ്. പുരോഹിതന് ന്യായപ്രമാണങ്ങൾ അറിയാം, ആരാധന നടത്താൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, എല്ലാം അറിയാം. എന്നാൽ ഈ വ്യക്തിയെ പറയുന്നതേ ഉള്ളൂ, പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും ഇങ്ങനെയാണ്. പലപ്പോഴും പ്രബോധനങ്ങൾ നൽകുന്നവർ പുരോഹിതന്മാർ തന്നെയല്ല. എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നോമ്പ് നോക്കണം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കണം.
പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഈ പുരോഹിതൻ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയത കുടികൊള്ളുന്നത് ദേവാലയത്തിലും അനുബന്ധമായ ശുശ്രൂഷകളിലും ഏതാനും ചടങ്ങുകളിലും പെരുന്നാൾ പോലെയുള്ള ചെറിയ ചടങ്ങുകളിൽ മാത്രം ആധ്യാത്മികതയെ തളച്ചിടുന്നവരുടെ പ്രതിനിധിയാണ് ഈ പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി. അതായത് ഈ ദേവാലയ ആരാധനയിലൂടെ മാത്രം സായുജ്യം കണ്ടെത്തുന്നത്. ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ എന്ന് പറയും. തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് യാതൊരു ഫലവുമില്ല. എനിക്ക് ആന്തരികമായിട്ട് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആന്തരികമായിട്ട് ചികിത്സിച്ചെങ്കിലേ എൻ്റെ മുറിവ് മാറത്തുള്ളൂ. മറിച്ച് യഥാർത്ഥമായിട്ട് തൊലിപ്പുറത്ത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും കൊണ്ടുവന്ന് ഓയിൻമെൻറ്റ് പുരട്ടിയിട്ട് അകത്തുള്ളതിന് സൗഖ്യം വരുത്തില്ല. അതുപോലെയാണ് പലപ്പോഴും ഇതുപോലെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തി മുമ്പോട്ട് പോവുക. ദേവാലയത്തിൽ ആരാധന കുറച്ച് പൈസ കൊടുത്ത് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് പെരുന്നാളിന് കുറച്ച് സ്പോൺസറൊക്കെ ചെയ്ത്, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അതിലൂടെ സായുജ്യം അടയാം എന്നുള്ളൊരു ചിന്തയാണ് പലരും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ആന്തരികമായിട്ട് എൻ്റെ പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി ഈ നേർച്ച കാഴ്ചകളൊന്നും ഉപയുക്തമായി തീരുകയില്ല എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആന്തരികമായിട്ടുള്ളൊരു രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ, എൻ്റെ മനസ്സിലൊരു യഥാർത്ഥമായ രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ, യഥാർത്ഥമായൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പാത സുഗമമായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധ്യമായി തീരുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുക. അതുകൊണ്ട് പ്രധാനമായിട്ടും ആചാരാനുഷ്ഠാനങ്ങളും പെരുന്നാൾ ശുശ്രൂഷകളും ഒക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, എൻ്റെ ഹൃദയാന്തർഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. യഥാർത്ഥമായിട്ടും ഞാൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് എല്ലാവിധമായിട്ടുള്ള നല്ല വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് ഉപദേശിക്കുന്ന ആ വഴിയിലൂടെ, തെറ്റായ വഴിയിലൂടെ ഞാൻ ചരിക്കുന്നുവെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ആ ഒരു കാര്യമാണ്. ഈ ആധുനിക തലത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ആളുകൾ, അത് പിതാക്കന്മാരാകാം, പുരോഹിതന്മാരാകാം, അവരൊക്കെ മറ്റുള്ളവരോട് ഒരു സമന്വയത്തിൻ്റെ അനുഭവത്തിലൂടെ ശാന്തമായി അവരുടെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് പ്രതിവിധി നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആധ്യാത്മിക നേതാക്കന്മാരുടെ കടമ. മറ്റുള്ളവരെല്ലാവരും റഫായിട്ട് ഇടപെടുകയും മറ്റുള്ളവരോടൊക്കെ പരുഷമായിട്ട് ഇടപെടുകയും ചെയ്യുന്നത് ഈ ആധ്യാത്മിക മേഖലകളിൽ അത്ര ആശാസ്യമായിട്ടുള്ള ആ ഒരു കാര്യമല്ല എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. ചാംഫുൾ മേഴ്സി, അതായത് മറ്റുള്ളവരോട് എനിക്ക് എന്ത് കരുണ കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യം എന്നുള്ളത്. ധനവാൻ്റെയും ലാസറിൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ധനവാന് എന്തെങ്കിലും ലാസറിന് വിരോധമായിട്ട് ഏതെങ്കിലും തിന്മ ചെയ്തുകൊണ്ടല്ല നരകത്തിൽ പോയത്. ധനവാന് ധനം ഉള്ളത് കൊണ്ടല്ല നരകത്തിൽ പോയത്. പക്ഷേ ലാസറിന് എന്തെങ്കിലും തിന്മ ചെയ്തതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടും ചെയ്തില്ല എന്നുള്ളതാണ് ധനവാൻ്റെ ന്യൂനത എന്ന് പറയുന്നത്. ധനവാന് ധനമുണ്ടായിരുന്നു. ഏറ്റവും ശോച്യമായ അവസ്ഥ, ലാസറിൻ്റെ ശോച്യാവസ്ഥ എല്ലാ ദിവസവും കണ്ടു. എല്ലാ ദിവസവും ലാസർ അവിടെ കടന്നു വരും. അവൻ്റെ മുറിവുകളൊക്കെ കൊണ്ട് ആ ധനവാൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും. അവനെ ഓടിച്ചു വിട്ടതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ധനവാന് ധൂമ്ര വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഭക്ഷിച്ച് കഴിയുമ്പോഴും ലാസറിനെ കണ്ടിട്ട് കണ്ണടച്ചു എന്നുള്ളതാണ്. ലാസറിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മുതിരാതെ ലാസർ എന്ത് ചെയ്യുന്നു? അവൻ മേശയുടെ കീഴിൽ നിന്ന് വീണ അപ്പനുറുക്കുകൾ ഭക്ഷിച്ചാണ്, ധനവാൻ്റെ മേശയുടെ കീഴിൽ നിന്ന് വീണ അപ്പനുറുക്കുകൾ ഭക്ഷിച്ചാണ് ലാസർ ഈ ലോക ജീവിതത്തിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് ആനയിക്കപ്പെടുന്നത്. ധനവാൻ നരകത്തിൻ്റെ അനുഭവത്തിലേക്കും പോകുന്നത് എന്നുള്ളത്. അത് പ്രധാനമായിട്ടും നാം ചിന്തിക്കുക. ദൈവത്തിൻ്റെ താലന്തുകളാണ് ധനവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ. അത് പാപമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പാപമാണത്. വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പാപമാണ്. മറിച്ച് എൻ്റെ സുഗമമായ രീതിയിൽ, എൻ്റെ സുഖസമ്പൂർണമായ ആഡംബരസമ്പൂർണമായ ജീവിതത്തിന് വേണ്ടി മാത്രം പണം ഉപയുക്തമാക്കി മറ്റുള്ളവരെ സഹായിക്കാതെ ആ ധനവാനെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടതായിട്ട് വരും. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാതെ, മറ്റുള്ളവരെ ഒരു കൺസേൺ ഇല്ലാതെ എല്ലാം ഒതുക്കി വെക്കുന്ന ഒരു മനോഭാവം ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല സമീപനം അല്ല എന്ന് നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുക. അതുകൊണ്ട് ഈ പുരോഹിതനും ലേവ്യനും നൽകുന്ന ആ ഒരു വലിയ കാര്യം, വലിയ മാതൃക, നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം? നമ്മുടെ
മക്കൾക്ക് നല്ല മാതൃക പറഞ്ഞു കൊടുക്കുവാൻ എൻ്റെ ജീവിതം ശരിയായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പുരോഹിതന്മാർ നല്ല രീതിയിൽ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ വിശ്വാസികൾക്ക് നല്ല പ്രബോധനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതം അല്ലെങ്കിൽ മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ട ഒരു കുടുംബനാഥന് മക്കൾ ശരിയായ രീതിയിൽ പോകണമെന്ന അവരെ ഉപദേശിക്കുവാനുള്ളൊരു അർഹതയുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും എൻ്റെ ജീവിതം ശരിയായെങ്കിൽ മാത്രമേ കുടുംബാന്തരീക്ഷത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് നല്ല മാതൃക പറഞ്ഞു കൊടുക്കുന്ന അനുഭവം, അതുപോലെ എല്ലാ മേഖലകളിലും അതുപോലെ മാതൃകായോഗ്യമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥാവിശേഷം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ ഒരു കാര്യമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ഒരു രീതിയിലേക്ക് ഈ പുരോഹിതനെ ലേവിനെ പോലെ നാം ആകരുത്. പുരോഹിതനും ലേവിനും ദേവാലയ ശുശ്രൂഷയ്ക്കും അതിലൂടെ സായുജ്യം കണ്ടെത്തുവാൻ വേണ്ടി, അതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. മറിച്ച് പുറം ലോകവുമായിട്ടുള്ളൊരു ബന്ധമോ പുറം ലോകവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കോ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ പ്രാധാന്യം നൽകാതെ ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, ആചാരാനുഷ്ഠാനങ്ങൾ നല്ലതാണ്, അതിലൂടെ മാത്രം സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ പറ്റും എന്നുള്ളൊരു അബദ്ധ ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ജീവിതത്തിൽ ഒന്നും തന്നെ നേടുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുകയില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് പുരോഹിതനും ലേവിനും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. നാലാമത്തെ വിഭാഗം ആളുകൾ ഈ ശമരിയാക്കാരൻ, അതുവഴി ഒരു ശമരിയാക്കാരൻ കടന്നു വരുന്നുണ്ട്. ശമരിയാക്കാരൻ മനസ്സലിഞ്ഞ് അവൻ്റെ മുറിവുകളൊക്കെ പ്രാഥമികമായ ശുശ്രൂഷകളൊക്കെ നൽകി അവനെ ഒരു സത്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സത്രത്തിൽ കൊണ്ടു ചെന്നിട്ട് അവൻ്റെ വഴിയാത്രയ്ക്കുള്ള ആവശ്യമായ 2 കാശ് മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. 2 വെള്ളിക്കാശോ അല്ലെങ്കിൽ 2 കാശ് മാത്രമേ അവനുള്ളൂ. ആ സത്രക്കാരനെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്രയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പം ഞാൻ യാത്രയ്ക്ക് കരുതിയിരുന്ന 2 കാശാണിത്, അത് എടുത്തുകൊള്ളുക, പോരാതെ വല്ല വരികയാണെങ്കിൽ ഞാൻ നാളെ വന്ന് തന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ആ സത്രക്കാരൻ ആ പൈസ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ വേണമെങ്കിൽ പറയാമായിരുന്നു, ശമരിയാക്കാരൻ്റെ ബന്ധുവോ മിത്രമോ ഒന്നും അല്ല ഈ മുറിവേറ്റ് കിടക്കുന്നത്. അതുപോലെ ആ സത്രക്കാരൻ വേണമെങ്കിൽ പറയാമായിരുന്നു, സ്നേഹിത, നീ വലിയൊരു കാര്യമാണ് ചെയ്തത്, നീ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്തത്, അതിൽ ഭാഗവാക്കാകാൻ എനിക്കും താല്പര്യമുണ്ട്, അതുകൊണ്ട് നിൻ്റെ കാശ് എനിക്ക് വേണ്ട, നിൻ്റെ പൈസ എനിക്ക് വേണ്ട എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. 2 കാശ് വാങ്ങി എന്നുള്ളതാണ് അവിടെ നമുക്ക് അണ്ടർസ്റ്റുഡായിട്ടുള്ള കാര്യം. അതാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം, അതായത് ഏറ്റവും കൂടുതൽ അത് കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കൾ മാതാപിതാക്കൾ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കണ്ടുകൊണ്ടതായിരിക്കും, ഏതെങ്കിലും അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ വസൂലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു കപട സ്നേഹമാണ് മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്നത്. വളരെ ചുരുക്കം പേരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനമായിട്ടും മറ്റുള്ളവരെ ശുശ്രൂഷിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ജീവിതത്തെ സമീപിച്ചതുകൊണ്ട് യാതൊരു വിധമായ കാര്യവും ഇല്ല. നിർവ്യാജമായിട്ട് നിസ്തുലമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളെ ഞാൻ കുറ്റം പറയുകയല്ല. മെഡിക്കൽ ഫീൽഡിലുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ BSc നഴ്സിങ്ങിനൊക്കെ പറഞ്ഞത് അതുവർ കുറ്റം പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ അതിന് അനുയോജ്യമായൊരു സാഹചര്യമൊന്നുമില്ല. അത് ജോലി ചെയ്താൽ പൈസ ഇല്ല, ശരി, അവർ പുറത്തുകൊണ്ട് പോകുന്നതിന് തെറ്റൊന്നും ഒരിക്കലും പറയുകയില്ല. പക്ഷേ എല്ലാവർക്കും ഈ പണം എന്നുള്ളൊരു ചിന്ത മാത്രം ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഗൾഫിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിലും ഇവിടെ നിന്ന് അയർലൻഡിൽ പോയാൽ എനിക്ക് ഇച്ചിരി കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് UK പോയാൽ എനിക്കിവിടെ കൂടുതൽ കിട്ടും, പൈസ കൂടുതൽ കിട്ടും. അതിൻ്റെ പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സേവനം നിർവഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് ഏത് മേഖലകളിലാണെങ്കിലും, അത് മെഡിക്കൽ മേഖലകളിലാണെങ്കിലും ആത്മീയ മേഖലകളിലാണെങ്കിലും, ഇത് പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം നല്ല രീതിയിലുള്ള ഒരു സമീപനമല്ല. മറിച്ച് മറ്റുള്ളവരെ യഥാർത്ഥമായി കരുതുക എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് പ്രതിഫലേച്ഛ കൂടാതെയുള്ള സേവനമാണ് ഏറ്റവും ദൈവം നമുക്ക് നൽകിക്കൊള്ളും, ദൈവം എനിക്ക് തന്നുകൊള്ളൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി ഈ സാമൂഹ്യ മേഖലകളിലും മറ്റും ആതുര ശുശ്രൂഷ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈ വേദഭാഗത്തിൽ അന്തർലീനമായിരിക്കുന്ന മറ്റൊരു സന്ദേശം എന്ന്
നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കരുതുന്നുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റുവാനുള്ള ഒരു ദുഷ്ടചിന്ത എൻ്റെ മനസ്സിലുണ്ടോ? അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം അവരെ ശുശ്രൂഷിച്ചാൽ എനിക്ക് നല്ല രീതിയിലുള്ള സമ്പത്ത് സ്വായത്തമാക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ല ചിന്തയല്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ആത്മാർത്ഥമായി കരുതുവാനും മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നിടത്താണ് നമ്മുടെ നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് 4ാമത്തെ വിഭാഗം ആളുകൾ. 5ാമത്തെ ശമരിയാക്കാരനാണ്. ശമരിയാക്കാരൻ ഈ ഭൂമിയിലെ പ്രധാന കഥാപാത്രമാണ്. നല്ല ശമരിയാക്കാരൻ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വർഗ്ഗമാണ് ശമരിയാക്കാരൻ. അവിടെ കർത്താവ് ശമരിയരുടെ അനുഭവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ശമരിയയുടെ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരെ തീ ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് യാക്കോബ് യോഹന്നാനും പറയുന്നത്. അതുപോലെ തന്നെ യേശു ഒരു ശമരിയാക്കാരി സ്ത്രീയുടെ നിന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോഴേ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നീ യഹൂദനല്ലേ? എനിക്ക് ആശ്ചര്യം വരുന്നു, എനിക്ക് അത്ഭുതം വരുന്നു. നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്കും ഒരു വേർതിരിവ് ശമരിയരുമായിട്ടുണ്ടായിരുന്നു. ഈ ശമരിയക്കാരെങ്ങനെയാണ് ഉണ്ടായത്? ഈ ദൈവത്തിൻ്റെ മക്കളായ യഹൂദന്മാർ പല ദേശങ്ങളിലും പോയി, ഈ വിജാതീയ ദേശങ്ങളിലൊക്കെ പോയി യുദ്ധം ചെയ്തിട്ട് അവിടെയുള്ള വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് അതിലൂടെയുണ്ടായ സങ്കരവർഗ്ഗമാണ് ശമരിയക്കാർ. അതുകൊണ്ടാണ് യഹൂദന്മാർ ഈ മിശ്ര വിവാഹം എന്ന് പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹം, ഇന്നിപ്പോൾ ജാതിയും മതമൊന്നും നോക്കാതെയുള്ള പിള്ളേർ കല്യാണം കഴിക്കുന്നത്, അല്ലേ? ജാതി വേണ്ട, മതം വേണ്ട, ആണിനെ കല്യാണം കഴിക്കും, പെണ്ണിനെ കല്യാണം കഴിക്കും, അല്ലേ? അതാണെന്ന് കണ്ടത്. ജാതിയോ മതമോ വിശ്വാസമോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിശ്വാസ സംഹിതകളൊന്നിനും പ്രാധാന്യം നൽകാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഒരു കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് കുഴിയിൽ ചാടുന്ന കുട്ടികളെയാണ് നമുക്ക് കാണുന്നത്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ മറ്റു വിഭാഗക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് ആകൃഷ്ടരായിട്ട് പിന്നീട് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കെല്ലാം നശിച്ചിരിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ടും നാം ചിന്തിക്കുക, ഇതുപോലെ ഒരു സങ്കരവർഗ്ഗമാണ് ശമരിയ വിഭാഗം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനം വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് അതിലൂടെ ഉണ്ടായ സന്തതികളാണ് ശമരിയക്കാർ. അതുകൊണ്ട് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വിഭാഗമാണ് ശമരിയക്കാർ എന്ന് പറയുന്നത്. ഈ ശമരിയക്കാരനാണ് ഈ സഹായഹസ്തവുമായിട്ട് ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് അവന് സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്നത്. അവൻ മുറിവേറ്റവനെ കാണുകയാണ്. ഒന്നാമത് പറയുന്നത്, ഈ തിരക്ക് പിടിച്ച ലോകത്ത് ഇതുപോലെയുള്ള മുറിവേറ്റവരെ കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. മറ്റുള്ളവരെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നാം നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ വഴിയറിയിൽ മുറിവേറ്റ് കിടക്കുന്നവരോ, അല്ലേ, ആക്സിഡൻറ്റിൻ്റെ പലരും മുറിവേറ്റ് കിടക്കും. നമ്മൾ മൊബൈൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. ഇന്നത്തെ സിറ്റുവേഷൻ അതാണ്. അവരെ ആശുപത്രിയിൽ എത്തിക്കുവാനോ മറ്റ് പ്രഥമ ശുശ്രൂഷ നൽകുവാനോ ഇന്നാർക്കും തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും പിന്നെ അവൻ്റെ അടുത്ത് ചെന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവൻ അടുത്ത് ചെന്നു. അവൻ്റെ പ്രതിസന്ധിയിൽ പത്രോസ്ലിഹയെ പോലെ അകലം വിട്ട് പിൻഗമിക്കുന്ന, ക്രൂശീകരണ സമയത്ത് അകലം വിട്ട് പിൻഗമിക്കുന്ന പത്രോസ്ലിഹയെ കാണുന്നു. യേശുവിൻ്റെ നിഴല് പോലെ യേശുവിനോടൊപ്പം സ്ഥിതി ചെയ്ത പത്രോസ്ലിഹയാണ് ഗുരുവിന് ഒരു ആപത്ത് വന്നപ്പോൾ അകലം വിട്ട് പിൻഗമിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. അവൻ്റെ പ്രതിസന്ധികളിൽ അവൻ്റെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടതുണ്ട്. പിന്നീട് ചെയ്യുന്നത് എന്താണ്? വീഞ്ഞും എണ്ണയും വെച്ച് മുറിവുകളെ കെട്ടുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ എണ്ണയും വീഞ്ഞും എന്ന് പറയും. അഭിഷേകത്തിൻ്റെ അനുഭവമാണ്. വീഞ്ഞ് എന്താണ്? ക്രൂശിൽ ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അത് അനശ്വരതയുടെ പ്രതീകമാണ്. ഒന്ന് നശിച്ച് ഒന്നില്ലാതാകും, അല്ലേ? മുന്തിരിപ്പഴത്തിൽ നിൽക്കുമ്പോൾ, അല്ലെ മുന്തിരിച്ചെടിയിൽ നിൽക്കുമ്പോൾ അത് നശിച്ചു പോകും, അത് അടർന്നു വീഴും. പക്ഷേ അത് വീഞ്ഞാകുമ്പോൾ വർഷങ്ങളിരിക്കും. വർഷങ്ങൾ അത് കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് അനശ്വരതയുടെ പ്രതീകമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു രൂപാന്തരമാണ് വീഞ്ഞ് പ്രതിനിധാനം ചെയ്യുന്നത്. നശ്വരമായ ഈ ഒരു അനുഭവത്തിൽ നിന്നും, ഏറ്റവും നശിച്ചു പോകുന്ന അനുഭവത്തിൽ നിന്നും അനശ്വരതയുടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് ഉള്ള ഒരു പ്രതീകമാണ് വീഞ്ഞ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വേദഭാഗത്തിൽ നമുക്ക് ഈ ശമരിയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എമ്പതിയിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. എമ്പതിയുണ്ട്, സിമ്പതിയുണ്ട്, എമ്പതിയുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അയൽക്കാരൻ്റെ ദുഃഖമോ പ്രയാസമോ വല്ല ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കും, കഷ്ടമായി പോയല്ലോ എന്ന് പറയുകയും ചെയ്യും. ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക എന്നുള്ളത് വലിയൊരു വലിയ കാര്യമാണ്.
സന്തോഷിക്കുന്നവരോട്. വേദനയിൽ അവർക്ക് സാന്ത്വന സ്പർശം പകർന്നു എന്ന് വരുത്തി തീർക്കുകയും ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് പൊതുവേ മനുഷ്യനിൽ കാണുന്നത്. അത് സിമ്പതി എന്ന് പറയും. അയ്യോ കഷ്ടമായിപ്പോയില്ല, അവിടെ തീരുക. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവന് ഈ അല്ലെങ്കിൽ അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, നിർണായകമായ ഘട്ടത്തിൽ എനിക്ക് എന്ത് കൈത്താങ്ങലുകൾ നൽകാൻ സാധിക്കും എന്ന് ആ ഒരു മനോഭാവത്തോടു കൂടി അവൻ്റെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതാണ് ഉണ്ടാകേണ്ടത്. എമ്പതിയുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നല്ല ശമരിയാക്കാരൻ. അവന് മുറിവേറ്റവനെ സഹായിക്കുകയും അവന് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനോഭാവമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ അവന് കർത്താവ് ഈ ഉപമ പറഞ്ഞതിന് ശേഷം ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഇത്രയും വിഭാഗം ആളുകളെ നീ കണ്ടല്ലോ, ഇതിൽ ആരാണ് ഏറ്റവും നല്ല വ്യക്തികൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ന്യായശാസ്ത്രം എന്താ പറയുന്നത്? അവനോട് കരുണ കാണിച്ചു വന്നാ. ശമരിയാക്കാരൻ എന്ന് പറയുന്നില്ല. ശമരിയാക്കാരൻ എന്നുള്ള പേര് ഉച്ചരിക്കാൻ യഹൂദന്മാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. പ്രധാനമായിട്ടും ഈ വേദഭാഗത്തിൽ അന്തർലീനമായിരിക്കുന്ന ഈ 4-5 സന്ദേശങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വൈകല്യങ്ങൾ, എന്തൊക്കെയാണ് നേട്ടങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് എൻ്റെ ജീവിതം സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണോ, അബദ്ധ സഞ്ചാരങ്ങളുടെയും അധർമ്മങ്ങളുടെയും കേളിരംഗങ്ങളിലൂടെയുള്ള ഒരു പലായനമാണോ എൻ്റെ ജീവിതം എന്ന് ആത്മപരിശോധന നടത്തുക. പ്രധാനമായിട്ടും പാരമ്പര്യത്തിലും സമ്പത്തിലൊക്കെ ഊറ്റം കൊള്ളുന്ന മനോഭാവം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും എനിക്ക് വീഴ്ചകൾ സംഭവിക്കാം എന്നുള്ള മുൻകരുതലോടുകൂടി, യഥാർത്ഥമായി പൗലോസ്ലീഹ പറയുന്ന പോലെ, നിൽക്കുന്നു എന്ന് ഞാൻ തോന്നുന്നു എങ്കിൽ എനിക്ക് ഏത് സമയം വീഴ്ച വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകുവാൻ എനിക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ആരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്നും അതുപോലെ തന്നെ ആധ്യാത്മികതയുടെ പശ്ചാത്തലത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട ഒരു അനുഭവത്തിൽ വന്നതിന് ശേഷം വീണ്ടും മ്ലേച്ഛതയുടെ അനുഭവത്തിലേക്ക് തിരികെ പോകുന്ന എൻ്റെ ഒരു അനുഭവം യെരുശലേമിൻ്റെ അനുഭവത്തിൽ നിന്നും എറീഹോവിൻ്റെ അനുഭവത്തിലൂടെ ആണോ എൻ്റെ യാത്ര? അതോ യെരുശലേമിൽ നിന്ന് 2 ശിഷ്യന്മാർ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം എമ്മാവസിലേക്ക് പോകുന്ന ഇരുളടഞ്ഞ അല്ലെങ്കിൽ നിരാശയുടെ മുഖവുമായിട്ട് പോകുന്ന യെരുശലേമിൻ്റെ അനുഭവത്തിൽ നിന്ന് എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പോലെ ആണോ ഞാൻ എന്ന് ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും അതാണ് ഈ ജീവിതത്തിൽ ഈ വേദഭാഗത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശം. ഞാൻ ചരിക്കുന്ന പാത തെറ്റാണെന്നറിഞ്ഞിട്ടും അതിലൂടെ പലായനം ചെയ്യുന്ന അനുഭവമുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും യഥാർത്ഥമായിട്ടും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ യാത്രയെ ക്രമപ്പെടുത്തുക. അതുപോലെ നമ്മുടെ സമീപനങ്ങൾ കൊണ്ട് നോട്ടങ്ങൾ കൊണ്ടൊക്കെ അകാരണമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ക്ഷമ ചോദിച്ച് അവരുമായിട്ടുള്ളൊരു സഹവർത്തിത്വത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രബോധനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഘോരഘോരം പറയുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല എങ്കിൽ അർത്ഥശൂന്യമാണ്. എൻ്റെ ജീവിതം ഇരുളടഞ്ഞതാണ്. പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം എൻ്റെ ഭാഗത്തുണ്ടോ, അതോ നിർവ്യാജമായ സ്നേഹമാണോ, ആത്മാർത്ഥമായ സ്നേഹമാണോ എൻ്റെ ഭാഗത്തു നിന്നുള്ളത്? എൻ്റെ ഭാഗത്തു നിന്ന് സിമ്പതിയാണോ അതോ എമ്പതിയാണോ? എമ്പതിയുടെ അനുഭവത്തിലൂടെ കടന്നു വന്ന് ഒരു ഉത്തമമായ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകളിൽ നിന്ന് വിരമിക്കുന്നു. ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ടോണച്ചൻ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ബന്ധു കൂടിയാണ്, പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വർഷങ്ങളായിട്ട് അച്ഛനൊരു ചെറിയ ബാലനായിട്ട് സമയം പോലെ എനിക്ക് അറിയാവുന്നതാണ്. അച്ഛന് നല്ല രീതിയിലുള്ള പ്രബോധനങ്ങൾ നൽകുവാനുള്ള കഴിവുണ്ട്. എല്ലാ രീതിയിലും ഒരു സംഘടനാ പാഠവുമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി, ഭരണസമിതിയോടുള്ള നന്ദി, എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാചകത്തിൽ അറിയിക്കുകയും ഊഷ്മളമായിട്ടുള്ള പെരുന്നാളിൻ്റെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് വിരമിക്കും.